വിശദമായ റിപ്പോർട്ടിലേക്ക്. വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് അപമര്യാദയായി പെരുമാറിയ കോവളം എംഎൽഎ എം വിൻസെന്റിനെതിരെ പരാതിയുമായി ഭർത്താവ്. ആത്മഹത്യാശ്രമം നടത്തിയ യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. പരാതിയിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷീജ വിവരങ്ങൾ നൽകും. ഷീജ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഏതായാലും നിലവിൽ ഇപ്പോൾ കോവളം എംഎൽഎ ആയിട്ടുള്ള വിൻസെന്റിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ, അതോടൊപ്പം തന്നെ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഏതായാലും കോവളം എംഎൽഎക്കെതിരെ ബാലരാമപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ എംഎൽഎ ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മുതലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വീട്ടമ്മയുടെ ഭർത്താവിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിരന്തരം ഫോണിൽ വിളിച്ച് മോശം രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ ഇതൊന്നും വീട്ടമ്മ ആദ്യഘട്ടത്തിൽ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. കുറച്ചു ദിവസം മുൻപ് മാത്രമാണ് ഭർത്താവിനോട് പോലും ഈ വിഷയങ്ങൾ പറയാൻ തയ്യാറായത്. പ്രധാനമായും ഇവർക്ക് നേരത്തെ അറിയുന്ന കുടുംബമായിരുന്നു, എംഎൽഎക്ക് നേരത്തെ പരിചയമുള്ള കുടുംബമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു സ്വാതന്ത്ര്യം എംഎൽഎക്ക് ഈ കുടുംബവും ആ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരുമായി ഉണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് ഭർത്താവിനോട് ഭാര്യ പരാതിപ്പെടുന്നത്. അതിന് ശേഷവും വിവിധ ഫോൺ നമ്പറിൽ നിന്നായി ഇത്തരത്തിൽ വീട്ടമ്മയെ വിളിച്ച് തുടർന്നും മോശം രീതിയിൽ സംസാരിച്ചു. ഇതിൽ മനംനൊന്താണ് വീട്ടമ്മ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ ഭർത്താവ് നേരിട്ടും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്മേലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകും. എംഎൽഎ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കും എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ്. അവരെ രാവിലെയാണ് വീട്ടിൽ വിവിധയിനം ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഇതുവരെയും ബോധം വീണിട്ടില്ല. ഏതായാലും നിലവിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സയിലാണ്. ഷീജ, അതായത് എംഎൽഎ ദീർഘനാളായി ഇങ്ങനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുകയും അപമര്യാദയെ പെരുമാറുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നോ? ഒടുവിൽ പൊറുതിമുട്ടി ഭർത്താവിനോട് പറയുകയും മാനഹാനിയിൽ ആത്മഹത്യയിലേക്ക് പോവുക എന്ന സാഹചര്യത്തിലാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത്തരത്തിലാണ് നമുക്ക് ഏതായാലും ഇപ്പോൾ ഭർത്താവിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവർക്ക് നേരത്തെ മുതൽ വർഷങ്ങളായി പരിചയമുള്ളതാണ് വിൻസെന്റുമായി. അദ്ദേഹം പക്ഷേ എംഎൽഎ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇതൊരു മോശം പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ഭാര്യ ഏതായാലും ഭർത്താവിനോട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളത്. അതും തുടക്കത്തിൽ വലിയ കാര്യമായി അവർ എടുത്തിരുന്നില്ല എന്നാണ് നമുക്ക് ഭർത്താവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അവർ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പരാതിപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു നമ്പറിൽ നിന്ന് മാത്രമല്ല പല നമ്പറുകളിൽ നിന്നായി നിരന്തരം വിളിക്കുന്നത് മാത്രം പോരാഞ്ഞിട്ട് ഇവർ ഷീജയാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. വാർത്തയിലേക്ക് വരാം, മറ്റു വാർത്തയിലേക്ക്. നഴ്സുമാരുടെ സമരം ഹൈക്കോടതി മീഡിയേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. 20,000 രൂപ ശമ്പളത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നഴ്സുമാർ. നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കും. കെ ഉമേഷ് ചേരുന്നു. ഉമേഷ്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, നഴ്സുമാരുടെ വേതന പരിഷ്കരണം സംബന്ധിച്ച വിഷയവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഹൈക്കോടതിയിൽ ഹർജിയായി വന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനായി ഹൈക്കോടതി ഒരു മധ്യസ്ഥ സമിതിയെ നിയോഗിച്ചത്. ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണിത്. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ്, മധ്യസ്ഥതയിലാണ് ഇന്ന് ഇരുകൂട്ടരുമായും ചർച്ച നടന്നത്. നഴ്സുമാരുടെ പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ പ്രതിനിധികളാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. എന്നാൽ ഈ ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം വന്നില്ല. അതായത് 20,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി നഴ്സുമാർ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച ഒരു തീർപ്പിലെത്താൻ കഴിയാഞ്ഞതോടെ ഈ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നാളെ കൂട്ട അവധിയെടുത്ത് ഈ നഴ്സുമാരെല്ലാവരും തന്നെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഉള്ളവരെ വെച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കും എന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികളും പറയുന്നത്. എന്തായാലും ഈ മീഡിയേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യഘട്ട ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കും എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് UNA ഉള്ളത്. കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന്. സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതി വിവാദത്തിൽ BJP അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്.
വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമ 150 മെഡിക്കൽ സീറ്റിനായി BJP നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചിരുന്നത് 15 കോടി രൂപയാണ് എന്നത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കൾ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSS നേതാവിന്റെ ബന്ധു വഴിയാണ് കോഴ നൽകിയത് എന്നും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം മെഡിക്കൽ കോഴ വിവാദത്തിൽ ശനിയാഴ്ച ചേരാനിരുന്ന BJP യോഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാനാണ് സാധ്യത. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റ് വാങ്ങി നൽകുന്നതിനായി BJP സംസ്ഥാന നേതാക്കൾ കോടികൾ കോഴ വാങ്ങിയെന്ന V. മുരളീധരപക്ഷം നേതാക്കളുടെ ആരോപണത്തിന്റെയും സംഭവത്തിൽ കോളേജ് ഉടമ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, BJP സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നീ രണ്ടംഗ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിന് 150 മെഡിക്കൽ സീറ്റ് വാങ്ങി നൽകാനായി PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പറഞ്ഞുറപ്പിച്ചത് 15 കോടി രൂപയായിരുന്നു. അതിൽ ആദ്യ ഗഡുവായ 5 കോടി രൂപ കോളേജ് ഉടമ BJP സെല്ലിലെ നേതാവ് വഴി കൊടുത്തു. സെൽ നേതാവ് ഈ തുക ദില്ലിയിൽ BJPക്കായി ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന RSS നേതാവിന്റെ ബന്ധുവിന് കൈമാറിയെന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ബാക്കി 10 കോടി നൽകാത്തതിനാൽ 10 മെഡിക്കൽ സീറ്റ് നൽകിയാൽ മതിയെന്നും അത് വിറ്റ് താൻ തന്റെ കൺസൾട്ടൻസി ഫീസ് എടുക്കാമെന്നും ദില്ലിക്കാരൻ അറിയിച്ച വിവരവും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കോഴ ഇടപാടിൽ പല BJP നേതാക്കളും ഈ ദില്ലി ബിനാമിയെ ഉപയോഗിച്ചിരുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപങ്ങളിൽപ്പെട്ട ആളായതിനാലാണ് നേതാക്കൾ ഈ വ്യക്തി വഴി കാര്യങ്ങൾ നടത്തുന്നതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. കോഴ വിവാദത്തിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ നെയ്യാറ്റിങ്കര സ്വദേശിയായ ഒരു ജീവനക്കാരനും BJP സെൽ ഭാരവാഹിക്കും പങ്കുണ്ടെന്നും കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഉടമ BDJS വഴിയാണ് സംഭവത്തിൽ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചത്. കോഴയിൽ കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന റിപ്പോർട്ട് ശനിയാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന BJP സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾക്കിടയിൽ പൊട്ടിത്തെറിയുണ്ടാക്കാനാണ് സാധ്യത. അതേസമയം V. മുരളീധര പക്ഷത്തിനെതിരെയുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് കോഴ അഴിമതി ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിനായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാക്കാം എന്ന് ഉറപ്പു നൽകി കോഴ കൈപ്പറ്റിയ BJP നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിഷയം BJPയുടെ പാർട്ടി കമ്മിറ്റി അന്വേഷിക്കേണ്ട വിഷയമല്ല എന്നും കോടിയേരി. കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിവ് നടത്തുന്നു എന്ന് BJPക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എഴുതിക്കൊടുത്തുകൊണ്ടുള്ള ആരോപണം തന്നെ ചില BJP നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് തന്നെ ഒരു കമ്മിറ്റിയെ ഇതിൽ നിശ്ചയിക്കേണ്ടി വന്നു. കമ്മിറ്റി അന്വേഷിച്ച ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതൊരു നിയമാനുസൃതമായ അന്വേഷണത്തിന് വിധേയമാക്കണം. അഴിമതി എന്നുള്ളതൊരു പാർട്ടി അന്വേഷിച്ച് മൂടിവെക്കേണ്ടുന്ന കാര്യമല്ല. ദിലീപിന്റെ ഡി സിനിമാസ് കയ്യേറ്റ ഭൂമി ഈ മാസം 27-ന് അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടാണ് നോട്ടീസ് അയച്ചത്. ഡി സിനിമാസ് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് ഇത് പരിശോധിക്കാൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത്. ഈ മാസം 27-ന് ഭൂമി ഇളക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് നൽകി. ദിലീപിന് പുറമെ ഡി സിനിമാസിനോട് ചേർന്ന് ഭൂമിയുള്ള 6 പേർക്കാണ് നോട്ടീസ് നൽകിയത്. കയ്യേറ്റം സ്ഥിരീകരിച്ച തൃശൂർ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ കയ്യേറ്റം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുകയെന്നത് സങ്കീർണമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ഭൂമിയിൽ സ്വകാര്യ വ്യക്തിക്ക് ജന്മാവകാശം ലഭിച്ചതും കരമടച്ചതും ഉൾപ്പെടെ ദുരൂഹമാണെന്ന് കണ്ടെത്തി. വെറും പാട്ടഭൂമി വ്യക്തികളുടെ കയ്യിലെത്തിയതും പോക്കുവരവ് ചെയ്തതും സംബന്ധിച്ച വിശദമായ പരിശോധന വേണമെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. രേഖകളിൽ പലതും കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കയ്യേറ്റ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് നൽകിയത്. ദിലീപിന് നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഡി സിനിമാസിന്റെ ഭൂമി സംബന്ധിച്ച കൈവശമുള്ള രേഖകളുമായി പ്രതിനിധികളെ ഹാജരാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദിലീപിന്റെ കുമരകത്തെ ഭൂമിയിൽ റവന്യൂ സംഘം പരിശോധന നടത്തി. കോട്ടയം ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കയ്യേറ്റ ഭൂമി യാതൊരു തടസ്സവുമില്ലാതെ ദിലീപിന് എങ്ങനെ വിറ്റഴിച്ചുവെന്നതും റവന്യൂ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ദിലീപിന്റെ കുമരകത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു.
പ്രാഥമിക രേഖകൾ പരിശോധിച്ച കളക്ടർ അടിയന്തരമായി അന്വേഷിച്ച് വസ്തുത അറിയിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ട് വിനോദ് ഉൾപ്പെട്ട 8-അംഗ സംഘം കുമരകത്തെ ഭൂമിയിൽ പരിശോധന നടത്തിയത്. കയ്യേറ്റം ഉൾപ്പെടുന്ന പ്രദേശമടക്കം കണ്ട് ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന്റെ ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സർവേയുടെ ജില്ലാ സൂപ്രണ്ട് എന്ന നിലയിൽ എന്നോട് വിളിച്ചിട്ട് വില്ലേജ് കൂട്ടി സ്ഥലം എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ലൊക്കേഷൻ സംബന്ധിച്ചൊരു ഫോട്ടോ നമ്മുടെ മൊബൈലിനകത്ത് എടുത്തുകൊണ്ട് കറക്റ്റായി കാണിക്കണം എന്ന് മാത്രം എടുത്ത് പറഞ്ഞത്. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് കൊഞ്ചുമടാൻ നസ്രത്ത് പള്ളിക്ക് സമീപം മാതൃകാ കായൽ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് 2005 വാങ്ങിയ സ്ഥലം 2007 മുംബൈ സ്വദേശിക്ക് ദിലീപ് വിറ്റത്. 3 ഏക്കർ 31 സെന്റ് വരുന്നതായിരുന്നു ഭൂമി. സെന്റിന് 70,000 രൂപ നിരക്കിൽ വാങ്ങിയ ഭൂമി 2 വർഷത്തിനുള്ളിൽ സെന്റിന് 4,80,000 രൂപയ്ക്കാണ് ദിലീപ് മറിച്ചുവിറ്റെന്നാണ് രേഖകൾ. ദിലീപിന്റെ ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്ന പരാതി നേരത്തെ നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയ ഭൂമി യാതൊരു തടസ്സവുമില്ലാതെ ദിലീപിന് എങ്ങനെ വിറ്റഴിക്കാൻ കഴിഞ്ഞു എന്നതിലും ദുരൂഹതയുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രാഥമിക റിപ്പോർട്ട് 3 ദിവസത്തിനകം തന്നെ കോട്ടയം ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. നടിമാരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് SP AV ജോർജ്. അന്വേഷണത്തിന്റെ 2ാം ഘട്ട ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതേയുള്ളൂ. ദിലീപിന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുമെന്നും AV ജോർജ് ആലുവയിൽ പറഞ്ഞു. അന്വേഷണത്തിൽ ചാർജ് ഷീറ്റ് ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലുള്ള കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കാറായി വരുന്നുള്ളൂ. ആ സമയത്ത് ആര് സാക്ഷിയാവുന്ന അന്വേഷണ ടീമായിരുന്നു. ജാമ്യം കൊടുക്കാൻ പൾസർ സുനിയെ 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്ന് പോലീസ്. 2011 നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് സെൻട്രൽ പോലീസ് എറണാകുളം CJM കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. സിബി ജോസഫ് വിവരങ്ങളുമായി. സിബി, പുതിയ വിവരങ്ങൾ കൂടി. ചോദ്യം ചെയ്യലിൽ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചെയ്തതായി ബോധ്യമായാൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി. എന്നാൽ അഭിഭാഷകനെതിരെ നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്ന് കോടതി വിലയിരുത്തി. നാളെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകും എന്ന് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കി. കേസ് ഡയറി വിശദമായി പരിശോധിച്ച കോടതി ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ഇതുവരെ അഭിഭാഷകനെതിരെ ചുമത്തിയിട്ടുള്ളൂ എന്ന് വിലയിരുത്തി. ചോദ്യം ചെയ്യുമ്പോൾ ജാമ്യമില്ലാ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. നാളെ രാവിലെ 11 മുമ്പായി അന്വേഷണ സംഘത്തിനു മുമ്പാകെ ഹാജരാകാൻ തയ്യാറാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. പോലീസിന്റെ നടപടി അഭിഭാഷക സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണെന്ന പ്രതീഷ് ചാക്കോയുടെ വാദം കോടതി തള്ളി. മുൻകൂർ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രതീഷ് ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അഭിഭാഷകന്റെ മൊഴി ഒരിക്കൽ രേഖപ്പെടുത്തിയിരുന്നു. പൾസർ സുനി മൊബൈൽ ഫോൺ തനിക്ക് കൈമാറിയ വിവരം ആദ്യ മൊഴിയെടുപ്പിൽ അഭിഭാഷകൻ സമ്മതിച്ചു. എന്നാൽ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറാൻ അഭിഭാഷകൻ തയ്യാറാകുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ അറിയിച്ചു. പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ അഭിഭാഷകനായ രാജു ജോസഫിൽ നിന്നും ഒരു മെമ്മറി കാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കിയ സാഹചര്യത്തിൽ ഇനി പോലീസിന് അഭിഭാഷകനെ ചോദ്യം ചെയ്യുകയോ ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനിയെ 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന പോലീസ്. 2011 നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് സെൻട്രൽ പോലീസ് എറണാകുളം CJM കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. സിബി ജോസഫ്, സിബി, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, പൾസർ സുനിയെ ഈ 2011 മറ്റൊരു തട്ടിക്കൊണ്ടുപോയ കേസിൽ 8 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം CJM കോടതിയിൽ പൾസർ സുനിയെ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപ് അഡ്വക്കേറ്റ് BA ആളൂർ പൾസർ സുനിക്കായി കോടതിയിൽ ഹാജരാകുകയും ഈ കേസിൽ ഒരു വാദപ്രതിവാദം നടക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ വിധി പറയും. പ്രധാനമായും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഈ കേസിൽ 5 പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെ 5 പ്രതികളാണുള്ളത്. ഈ പ്രതികളെ ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. മാത്രമല്ല പ്രതികൾ സമാനമായ രീതിയിലുള്ള മറ്റേതെങ്കിലും കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കണ്ടെത്തണമെന്ന് പ്രധാനമായും പോലീസ് പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല ഈ പ്രതിയും ഒന്നിച്ച് മറ്റ് പ്രതികളുടെ സ്വദേശങ്ങളായി പറയുന്ന ചാവക്കാട്, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പൾസർ സുനിയെ തെളിവെടുക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ടെമ്പോ ട്രാവലർ തമിഴ്നാട്ടിലേക്ക് കടത്തിയതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഈ വാഹനം തിരിച്ചറിയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പോലീസ് ആവശ്യപ്പെട്ടു. ഇത് പ്രതിയുടെ സാന്നിധ്യം അതിന് അത്യന്താപേക്ഷിതമാണെന്നാണ് പോലീസ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് ഈ വാഹനം കണ്ടെടുക്കാൻ എന്തിനാണ് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നാണ് പ്രതിഭാഗം ചോദിച്ചത്. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത കേസുകളിൽ പെടുത്തി തന്നെ ചില കേസുകൾക്ക് കൊണ്ടുപോവുകയാണെന്ന് പൾസർ സുനിയും കോടതിയിൽ പറയുകയുണ്ടായി. ഈ കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും പൾസർ സുനി കോടതിയിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന നടിക്ക് പോലും തനിക്കെതിരെ പരാതിയില്ലെന്നും പൾസർ സുനി കോടതിയിൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ബി എ ആളൂർ പ്രധാനമായും വാദിച്ചത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്ന് മാത്രമാണ് ഈ കേസിലുള്ളത്. അത് 3.5 വർഷം മാത്രം പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസാണ്. എന്നാൽ 2014 സുപ്രീം കോടതി വിധി പ്രകാരം 7 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കാവുന്ന കേസിന് മാത്രമേ കസ്റ്റഡി ചോദിക്കാവൂ എന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഈ കൂടാതെ സുനി പറഞ്ഞു കസ്റ്റഡി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നതെന്നും പറയുകയുണ്ടായി. ഇത്തരത്തിൽ വാദപ്രതിവാദത്തിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ച് വിധി പറയും. അരുൺ. സിബി ജോസഫ്, കൊച്ചിയിൽ നിന്ന്. 2011 നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് പൾസർ സുനിയുടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് നടിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയ വാഹനത്തിൽ പൾസർ സുനി ഉൾപ്പെടെ 2 പേർ ഉണ്ടായിരുന്നു എന്നാണ് നടി പോലീസിന് മൊഴി നൽകിയത്. 2011 ജനുവരി 5 തലസ്ഥാനവാസിയായ പഴയകാല നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിലാണ് പോലീസ് മൊഴിയെടുത്തത്. തിരുവനന്തപുരത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നടിയുടെ വീട്ടിൽ വെച്ച് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. സംഭവത്തിൽ പരാതി നൽകിയ നടിയുടെ ഭർത്താവിൽ നിന്നും പോലീസ് കാര്യങ്ങൾ തിരക്കി. നടി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെ: 2011 ജനുവരി 5 ഞാൻ ജോണി സാഗരികയുടെ ഓർക്കുട്ട ഒരു ഓർമ്മക്കൂട്ട എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി കൊച്ചിയിലെത്തിയത്. കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞാൻ ഹോട്ടലിലേക്കുള്ള വാഹനത്തിനായി കാത്തുനിന്നു. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഹോട്ടലിലേക്ക് പോകാൻ വണ്ടി റെഡിയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഒരു ടെമ്പോ ട്രാവലറിൻ്റെ ഡോർ തുറന്ന ആ വ്യക്തി അതിലേക്ക് കയറാനും ഇതാണ് പോകേണ്ട വണ്ടിയെന്നും അറിയിച്ചു. ട്രാവലറാണോ അറേഞ്ച് ചെയ്തത്, കാറില്ലേ എന്ന് ചോദിച്ച് എന്നോട് ഹോട്ടലിൽ നിന്ന് അയച്ചത് ഈ വാഹനമാണെന്നും അയാൾ പറഞ്ഞു. ഹോട്ടൽ ഹമദയിലെ വാഹനമാണ് ഇത് എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ സംശയം തോന്നിയ ഞാൻ പ്രൊഡ്യൂസറെ ഫോണിലേക്ക് വിളിച്ച് കാര്യമറിയിച്ചു. പിന്നീട് ആ വാഹനത്തിൽ പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരം ഹോട്ടലിലേക്ക് യാത്ര തുടർന്നു. വാഹനം ഹോട്ടലിലെത്താതെ നഗരത്തിലൂടെ പലതവണ കറങ്ങി. ചില ഇടറോഡുകളിലൂടെയും വാഹനം കൊണ്ടുപോയി. ഭയന്ന് വിറച്ച ഞാൻ വിവരം ഭർത്താവിനെയും പ്രൊഡ്യൂസറെയും അറിയിച്ചു. ഞാൻ പലതവണ ഫോണിൽ ബന്ധപ്പെടുന്നത് കണ്ട് സംശയം തോന്നിയ ആ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന പൾസർ സുനി എന്നെ ഹോട്ടലിന് മുന്നിലിറക്കി വാഹനവുമായി കടന്നുകളയുകയായിരുന്നു. ആ വാഹനത്തിൽ പൾസർ സുനിയെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. റമദ ഹോട്ടലിൽ തിരക്കിയപ്പോൾ തനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടില്ല എന്ന വിവരം ഹോട്ടലിൽ നിന്ന് ലഭിച്ചു. പിന്നീടാണ് സംഭവത്തിൽ നടിയുടെ ഭർത്താവ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നടിയും ഭർത്താവും പോലീസിനോട് വ്യക്തമാക്കി. മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണ സംഘം പൾസർ സുനിയെ ചോദ്യം ചെയ്യുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമുള്ള ശമ്പളം നഴ്സുമാർക്ക് നൽകണം എന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ലോക്സഭയിൽ പറഞ്ഞു. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ശമ്പള വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നഴ്സ് സമരം ശൂന്യവേളയിൽ MP-മാർ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്. ശബരിമല തീർത്ഥാടകർക്കായുള്ള വിമാനത്താവളം ഹാരിസൺ പ്ലാന്റേഷന്റെ ചെറുവള്ളി എസ്റ്റേറ്റിൽ PH കുര്യൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 2 മാസത്തേക്ക് നീട്ടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 7 മുതൽ 24 വരെ നിയമസഭ സമ്മേളിക്കും. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് സർക്കാർ ശുപാർശ ചെയ്യും. തിരുവനന്തപുരം, കൊച്ചി സ്മാർട്ട് സിറ്റികളുടെ സ്പെഷ്യൽ ഓഫീസർമാരായി K ഗോപാലകൃഷ്ണനെയും മുഹമ്മദ് ഹനീഷിനെയും നിയമിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശബരിമല തീർത്ഥാടകർക്കായുള്ള വിമാനത്താവളം കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ ചെറുവള്ളി എസ്റ്റേറ്റിൽ നടപ്പാക്കാനാണ് തീരുമാനം. സ്ഥലം കണ്ടെത്തുന്നതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യന്റെ നേതൃത്വത്തിൽ 4-അംഗ ഉദ്യോഗസ്ഥ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം. 2263 ഏക്കർ ഭൂമിയാണ് ഇവിടെയുള്ളത്. 2 ദേശീയപാതകളുടെയും 5 പൊതുമരാമത്ത് റോഡുകളുടെയും സമീപത്താണ് സ്ഥലം. ഇവിടെ നിന്നും ശബരിമലയിലേക്ക് 48 കിലോമീറ്ററാണ് ദൂരമുള്ളത്. കൊച്ചിയിൽ നിന്ന് 113 കിലോമീറ്ററും.
സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 2 മാസത്തേക്ക് നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ കാലാവധി നേരത്തെ അവസാനിച്ചിരുന്നു. നിയമസഭയുടെ അടുത്ത സമ്മേളനം ഓഗസ്റ്റ് 7 മുതൽ 24 വരെ ചേരാനും തീരുമാനമായി. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് സർക്കാർ ശുപാർശ ചെയ്യും. പുതിയ IAS നിയമനങ്ങൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസറായി കെ ഗോപാലകൃഷ്ണനെയും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസറായി മുഹമ്മദ് ഹനീഷിനെയും നിയമിക്കും. പ്ലാനിംഗ് ബോർഡ് മെമ്പർ സെക്രട്ടറിയായി ഷർമിള മേരി ജോസഫ് നിയമിതയാകും. ജി രാജേന്ദ്രനെ PSCയുടെ പുതിയ അംഗമായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആധാറുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. 9 അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വാദം നാളെയും തുടരുമെന്നാൽ സ്വകാര്യതയ്ക്ക് മേലുള്ള അവകാശം പരമമായ അവകാശമല്ല എന്നാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചത്. M. സന്തോഷ്, ദില്ലിയിൽ നിന്ന്. സന്തോഷ്, എന്താണ് സുപ്രീം കോടതി ഈ പ്രസ്താവനയിലൂടെ, നിരീക്ഷണത്തിലൂടെ വിവക്ഷിക്കുന്നത്? അരുൺ, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വാദം കേൾക്കുന്നത്. പ്രധാനമായും ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്ന കാര്യം സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണോ എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9 അംഗ ബെഞ്ച് ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ ഗോപാൽ സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് ഈ സ്വകാര്യതയ്ക്ക് ഉള്ള അവകാശം മൗലിക അവകാശമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ല. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി നിലനിൽക്കുമ്പോൾ മാത്രമേ മറ്റ് ഭരണഘടനാപരമായ അവകാശങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയൂ എന്നുള്ള കാര്യവും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ കോടതി നടത്തിയ ചില സുപ്രധാന നിരീക്ഷണങ്ങളാണ് ഇന്നുണ്ടായത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു നിരീക്ഷണം, സ്വകാര്യതയില്ലെങ്കിൽ മറ്റ് അവകാശങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയിലെ ഈ 9 അംഗ ബെഞ്ചിൽ ഉൾപ്പെട്ട ജസ്റ്റിസ് S.A. ബോബ്ഡെയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 9 അംഗ ബെഞ്ച് നടത്തിയ മറ്റ് ചില നിരീക്ഷണങ്ങൾ എല്ലാ അവകാശങ്ങളും ഈ മൗലിക അവകാശങ്ങളായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഏതായാലും കേസിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുകയായിരുന്നു. നാളെയും കേസിൽ വാദം കേൾക്കുന്നത് തുടരും.